അപ്പോൾ ആ ടാൻഡം ബോക്സ് പിടിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ടാൻഡം പാൻട്രി യൂണിറ്റ്. അപ്പോൾ ഇത് നമ്മളൊരു പാൻട്രി യൂണിറ്റ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൻട്രി യൂണിറ്റ് പിടിപ്പിക്കാനായിട്ട് നമ്മളിവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഡോറൊക്കെ പിടിപ്പിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഇന്ന് ആ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റ് എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ പാൻട്രി യൂണിറ്റിന്റെ മോട്ടറിലേക്ക് പിടിപ്പിക്കുന്ന ഈ ബോക്സിനകത്തേക്ക് പോകുന്ന ബോട്ടം. ഇത് രണ്ടെണ്ണം നമ്മളുടെ ഡോറയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് താഴത്തെ മോട്ടർ. ഇതിൽ കൂടിയാണ് ഈ യൂണിറ്റ് അകത്തേക്കും പുറത്തേക്കും ഓടുന്നത്. നമ്മൾ ടാൻഡം ബോക്സിന്റെ സ്ലൈഡർ വയ്ക്കുന്ന പോലെ ഈ മോട്ടറിലാണ് ഈ യൂണിറ്റ് ഓടുന്നത്. ഇത് രണ്ടും അതിൻ്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള പ്രവർത്തനത്തിന് വേണ്ട രണ്ട് പീസുകളാണ്. ഇത് അതിൻ്റെ ഒരു ചെറിയ സ്ലൈഡറാണ് മോഡലിൽ നമ്മൾ പിടിപ്പിക്കുന്നത്. അതുപോലെ അതിന് വേണ്ട സ്ക്രൂവ് സാധനങ്ങൾ. ഇത് പുറത്തെ ഡോറയിൽ പിടിപ്പിക്കുന്ന തട്ടുകളും ഇത് അകത്തെ ബോക്സിനകത്തേക്ക് പോകുന്ന തട്ടുകളാണ്. ഇത് 6 പീസും ഈ ബോക്സ് 6 പീസുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ ഫിറ്റിങ്സിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴത്തെ പീസ് ആദ്യം ഒന്ന് പിടിപ്പിക്കുക കേട്ടോ. ഇത്തരത്തിലാണ് പാൻട്രി യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. നേരെ ഇതിലേക്ക് കയറി തള്ളിവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തനിയെ പോയി അവിടെ പോയി അടഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ സൈഡിനകത്തോട്ട് ഓടുന്ന ക്ലിപ്പാണ് കേട്ടോ ഇത്. ഈ ക്ലിപ്പ് നമ്മൾ ആദ്യമേ ഇതിൻ്റെ ഭാഗത്തിന് ഇവിടെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കാം. അര ഇഞ്ച് തള്ളിയിട്ടുകൊണ്ട് നമുക്ക് ഈ ബോട്ടം ഇതിൻ്റെ സെൻട്രലായിട്ട് ഇത് പിടിപ്പിച്ചു കൊടുക്കും. മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ ചാനലിനകത്തുകൂടി ഇത് കൃത്യമായിട്ട് ഈ ഡ്രോ ഓടിക്കോളും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറയിലെ പീസ് പിടിപ്പിക്കുകയാണ് സ്ലൈഡർ. അതിൻ്റെ ബോക്സുകൾ വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിചാരിച്ച സൈഡിലാണ് ആദ്യം പിടിപ്പിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഈ പീസിൽ നിന്നും ഇങ്ങോട്ടേക്ക് 36 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പുറത്തേക്കുള്ള അകലം നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോപ്പർ നമ്മൾ ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് കേട്ടോ. നമ്മളുടെ ഈ ഡോറയിലേക്ക് ഫിറ്റ് ചെയ്യണം. എത്ര അകലത്തിലാണോ നമ്മൾ ഡോർ വന്ന് നിൽക്കേണ്ടത് ആ അകലം കണക്കൂട്ടിയാണ് ഇത് ഇതിൽ ഉറയാത്ത ഭാഗത്തിന് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറിലെ താഴത്തെ ഇത് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ മുകളിലത്തെ പിടിപ്പിക്കുമ്പം നമ്മൾ ഈ പീസും വാട്ടർ ലെവലായിരിക്കണം. ഈ സ്റ്റാൻഡും അകത്തേക്കുള്ള സ്റ്റാൻഡും വാട്ടർ ലെവലായിരിക്കണം എന്ന കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ ഡോറിലേക്ക് ഉറപ്പിക്കും. അപ്പോൾ നമ്മളിത് ഫുൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ താഴത്തെ മോട്ടർ പിടിപ്പിച്ചു. മോട്ടറിൽ നിന്ന് ഡോറിലേക്കുള്ള ഒരു ക്രോസ് ബാറുണ്ട്, അത് പിടിപ്പിച്ചു. ഡോറയിൽ ഇതിലേക്ക് ബോട്ടങ്ങൾ ഹാങ് ചെയ്യുന്നതിൽ പിടിപ്പിച്ചു. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വീണ്ടും ഒരു ക്രോസ് ബാറിൻ്റെ അകത്തെ പീസും ഈ ബോട്ടവും ഇതുമായിട്ട് ഉള്ള റണ്ണിങ് സുഖമാക്കുന്നതിനുള്ളൊരു ബാറാണ്. അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് മാറിപ്പോകാതിരിക്കുന്നതിന്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലത്തെ സ്ലൈഡർ അത് വെയിറ്റ് ചെയ്തു. ഇപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തട്ടുകൾ ഇടുന്നതിന് മുമ്പ് നമുക്കൊന്ന് അടച്ചു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ട്രേകൾ നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം അതിൻ്റെ ഡോറയിലുള്ള പീസുകളും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ട്രേ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് ടിന്നുകളോ ഡപ്പകളോ ഏതോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്തിനനുസരിച്ച് ഈ കാണുന്ന വെട്ടുകളിൽ ഏതിലേക്ക് വേണമെങ്കിലും ഈ തട്ടുകൾ മാറ്റിയിടാം. അകത്തെയും പുറത്തെയും തട്ടുകളെല്ലാം നമുക്കങ്ങനെ മാറ്റിയിടാവുന്ന. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ടാൻഡം ബോക്സിന്റെ പാൻറ് യൂണിറ്റ് ഫിറ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.